ഫാമിലി വ്ളോഗ് വീഡിയോസ് ചെയ്യുന്നവർ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ഓക്കെ, വളരെ റെയർ ആയിട്ട് കുറച്ച് പേരായിരിക്കും അവരുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്നത്. ഓൾമോസ്റ്റ് 99.9% ഫാമിലി വ്ളോഗേഴ്സ് ഡെയിലി ബേസിസിൽ വീഡിയോ ഇടുന്നവർ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണിക്കുമ്പോൾ അത് കാണിക്കാതിരിക്കില്ല. ഹൈ വ്യൂ ആണ്, ഭയങ്കര വ്യൂ ആണ്. സോ കോണ്ടന്റ് ആണ്, അവരത് ഇടും. പക്ഷെ അതുകൊണ്ട് വരുന്ന ഒരു തരം, ഇത് കുറെ ഡിസ്കസ് ചെയ്തതാണ്, കമന്റ് ബോക്സിനകത്ത് വരുന്ന ഉപദേശങ്ങൾ, കമന്റ് ബോക്സിനകത്ത് വരുന്ന ഹെയ്റ്റ്, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഓവർ സ്നേഹം, കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഓവർ കെയർ. ഇത് ചില സമയത്ത് ഭയങ്കര തലവേദന ആവാറുണ്ട് പലർക്കും. ഞാനിപ്പോൾ നമ്മുടെ ഐ എം സൂപ്പർ ഹീറോ വൈഫും ചെയ്തൊരു വീഡിയോ ഇന്ന് രാവിലെ കണ്ട്. അതിൽ അവർ രണ്ടുപേരും ഭയങ്കര ഡൺ ആൻഡ് ഡസ്റ്റഡ് ആണ്, ഇമോഷണലി ഡൺ ആൻഡ് ഡസ്റ്റഡ് ആണ്. കാരണം അവരെ സ്ട്രഗിള്, കുട്ടി ഉണ്ടാവുന്ന ഫേസിലുള്ള കാര്യങ്ങളൊന്നും അവരങ്ങനെ അവർ കാണിച്ചു എന്നല്ലാതെ അതങ്ങനെ ഭയങ്കര പറഞ്ഞിട്ടില്ല. അവർ സ്ട്രഗിൾ ഫേസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കുട്ടി ഉണ്ടായി, എഗെയിൻ അവർ ഡെയിലി ബേസിസിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവർ ഡെയിലി ബേസിസിൽ വീഡിയോ ചെയ്യുന്നു, കോണ്ടന്റ് വീഡിയോ ചെയ്യുന്നു. ഓക്കെ, ഇത് മാത്രമല്ലാതെ അവർ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അതിനടിയിൽ വന്നൊരു കോമന്റ് അവരെ പറ്റല്ലേ പറ്റ ഡൗൺ ആയി. എസ്പെഷ്യലി എനിക്കൊന്ന് വൈഫ് ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ എന്താണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം നമുക്ക് അഭിശ്രീൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അഭിശ്രീയും അവരിപ്പോൾ ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം അവിടെ പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീഷ്മ ബോസിന്റെ കണ്ടന്റുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ കുട്ടീനെ റിലേറ്റ് ചെയ്തിട്ട് മദർ ഫാദർ കോണ്ടന്റുകളാണ്. ഓൾറെഡി കോമഡി സാധനങ്ങളാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർക്കും വന്നൊരു ഹെയ്റ്റ് കമന്റിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്നേഹം, അന്റെ പ്രഗ്നൻസി എന്തായാലും റിവീൽ ചെയ്യില്ല, കുട്ടീനായതിനു ശേഷം കുറെ കണ്ടൊക്കെയാവും നാട്ടുകാർ പറയുന്നത്. നമ്മളെന്തായാലും ഇവിടെ ഞങ്ങൾ റിവീൽ ചെയ്യാ പറയാ, കാരണം എന്റെ കോണ്ടന്റ് അതല്ല. സ്നേഹം എന്താണെങ്കിലും അത് ചെയ്യൂല. അപ്പൊ പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്കത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറെ സാധനങ്ങൾ പ്രൈവറ്റ് ആയി വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വെക്കുന്ന താല്പര്യം. അതല്ല നമ്മൾ ഒരു കാര്യം പുറത്ത് നമ്മൾ ആരും കാണിക്കണോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ സാധനങ്ങൾ കാണിക്കാത്രേ ഉള്ളൂ. സ്റ്റിൽ ഞങ്ങൾക്കും ഈ കണ്ടന്റുകളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടി ഒന്ന് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് സൂപ്പർ ഹീറോന്റെ. ഹേ ഗൈസ്, വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയും ഈ ലോകത്ത് മനുഷ്യരുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. റീസെൻ്റ്ലി നമ്മൾ സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്മസിന് മുമ്പ് ക്രിസ്മസിനാണ് അവർ റിലീസ് ചെയ്തത്. അതിലൊരു ഷോർട്സിൻ്റെ താഴെ ഒരുത്തൻ ഇട്ട ഒരു കമൻ്റാണ്. അത് കണ്ടപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമായത്. അതില് നിഖിൽ വിനു അല്ലേ, നിഖിൽ വിനു 5818 അതാണ് അക്കൗണ്ട് പേര്. അവൻ ഇട്ടേക്കുന്ന കമന്റ്, ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? ആർക്ക് കൊള്ളാമായിരുന്നെങ്കിൽ? നിനക്കോ? ആ കൊച്ചു നിന്റെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ അതായത് ഇപ്പം ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ, ഒന്ന് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ, ഏത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ ചുമ്മാ വന്ന് നിന്നിരുതാ ഇങ്ങനെ നിന്ന് 2 സെക്കൻഡ് വീഡിയോ ഇട്ട് പോയാലും അതിനിടയിൽ കഴപ്പന്മാര് കയറി കമന്റ് ഇടും. അല്ലെങ്കിൽ തടയാൻ പറ്റും, തടയാൻ പറ്റാത്തെന്ന് പറയാൻ പറ്റില്ല. കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കാം, റെസ്ട്രിക്ട് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല, നമ്മളെ കമന്റ് ബോക്സിലെ നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. നമ്മളെ കണ്ടന്റ്, ഇപ്പൊ ഞാൻ ഒരാളെ കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോ അയാളുടെ കമന്റ് ബോക്സിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ, അപ്പൊ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സീനുണ്ട്. വൺസ് നമ്മള് സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം എയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിന് എന്ത് വരുന്നു എന്നുള്ളതൊന്നും നമ്മളെ കയ്യിലല്ല. ഞാൻ പറയുമ്പോൾ ഹേർട്ടാവും, സങ്കടം വരും. കാരണം നമ്മളെ കുട്ടിയെക്കുറിച്ച്, അത് അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്നവൻ തന്തയില്ലാത്തവൻ ഞാൻ പറയില്ല, പല തന്തയ്ക്ക് ഉണ്ടായ ഒരു സ്നേഹ ശുക്ലം മോൻ, ഞാൻ അങ്ങനെ പറയും, പച്ചയ്ക്ക് പറയും. കാരണം സന്ദീപിന് പറയാൻ പറ്റില്ല, ഞാൻ പറയും അതിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരുത്തനാണ്. അതുകൊണ്ട് അങ്ങനത്തെ വെടലകളെ സീരിയസ്ലി എന്താ വേണ്ടത് വെച്ചാൽ കേസ് ഇടുക. ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും കേസ് ഇടുക. സ്നേഹം അങ്ങനെയല്ല, കേസ് ഇട്ട് പിന്നാലെ നടന്നുണ്ടല്ലോ. നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഞാൻ പറഞ്ഞുതരാം. കേസ് ഇട്ടിട്ട് നമ്മൾ വെറുതെ വിട്ടാലോ സീന്. ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ കൊടുത്തൊരു കേസിന്റെ അവസ്ഥ
വലിഞ്ഞ് നടന്നുകൊണ്ട് കാണാൻ പാവം. ഇപ്പം എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടൊന്നും നടക്കണില്ല. കേസ് കൊടുത്ത ഞാൻ വിചാരിച്ചിട്ട് അയാളെ ഒഴിവാക്കാൻ പറ്റണില്ല. കാരണം അയാൾ അത്രയും സ്ട്രോങ് ആയിപ്പോയി ആ കേസ്. അത് ലാസ്റ്റ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇല്ല അതുവരെ എത്തി. എന്താ ഇങ്ങനെ കേസൊന്നും പറയുന്നില്ല. ബിക്കോസ് ഞാനന്ന് ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പോയി കേസ് കൊടുത്തു. ആളനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ജെനുവിൻ ഫേക്ക് എന്നൊന്നുമില്ല. ഫേക്ക് ആണെങ്കിലും നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സിസ്റ്റത്തിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുക. കേസ് കൊടുത്തിട്ട് കണ്ടുപിടിക്കാറുണ്ട്, ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ, ട്രാക്ക് ചെയ്യും. എന്താണെങ്കിലും എപ്പോഴെങ്കിലും അത് പിടിക്കും. ആ പിടിച്ചു കഴിഞ്ഞാണല്ലോ ആ വിളിച്ച് വരുത്തി കരണം കുറിച്ച് മാറുന്ന ആര് പൊട്ടിക്കുക ആണ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ വഴിയില്ലളിയാ. അല്ലാതെ ഇമാതിരി സാധനങ്ങൾ പിന്നെ എന്താ പറയുക, ഇതൊക്കെ വരുന്നുള്ളത് എത്ര നമ്മള് എക്സ്പെക്ട് ചെയ്തിരുന്നാലും വന്ന് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ സ്നേഹം അമ്മാന്റെ അവളെ ഏട്ടന്റെ കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ അത്ര കുട്ടികളോട് അറ്റാച്ച്ഡ് ആയിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ പട്ടിക്കുട്ടികൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. മനുഷ്യക്കുട്ടികളായിട്ട് ഞാൻ അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ വൺസ് അമാൻഡേനായിട്ട് ഭയങ്കര ഒരു ബോണ്ട് വന്നതിന് ശേഷം ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സീൻ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വയ്യായികയും മനസ്സമാനക്കേടുമാണ്. ഇപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അതേപോലെ എന്തെങ്കിലും ന്യൂസ് മറ്റേ പീഡന കേസും അങ്ങനെ കാണിക്കില്ലേ, കുട്ടികളെ പീഡിപ്പിക്കുന്ന സാധനം കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മാന്റെ ഓർമ്മ, എനിക്ക് പെട്ടെന്ന് സങ്കടം. അയ്യോ സ്കൂൾ വിട്ട് നേരത്തെ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അയ്യോ എന്താവോ എന്തെങ്കിലും ആവോ പറ്റിയോ എന്നുള്ള സങ്കടമൊക്കെ വരും. പെട്ടെന്ന് ഭയങ്കര ഇതാവും. നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പൊ പിന്നെ ഒന്ന് ആലോചിക്കുക, അച്ഛനും അമ്മയായി കഴിഞ്ഞാൽ പലരും ചോദിക്കുമ്പോ നമ്മളൊക്കെ അച്ഛനും അമ്മയായി കഴിഞ്ഞാൽ നമ്മൾ എന്താവില്ല കുട്ടികളുടെ അവസ്ഥ. അല്ല പലരും ഇപ്പൊ ഇവരുടെ ഒരു കമന്റ് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ മാത്രം ഉണ്ടോ അളിയ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ഉണ്ടളിയന്മാരെ. കാരണം എന്താ പറയുക, നമ്മളെ കുട്ടികളെ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേജിൽ വെക്കുമ്പോഴും നമുക്കത് ഹേർട്ട് ആവും. നമുക്കത് അപ്പോഴേ ആ ഫീല് മനസ്സിലാവുള്ളൂ. പലരും പറയും, ഇപ്പൊ ഞാനൊക്കെ പറയും ഇപ്പൊ നമുക്ക് കുട്ടീനെ നമുക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ നമുക്ക് ആ സാധനം ഫീലായി വരുമ്പോഴാണ് കൂടുതൽ. ഇവരിപ്പോ ഒരു വീഡിയോ ചെയ്യാനായ റീസൺ തന്നെ അതാണ്. കാരണം അവരെ കുട്ടീനെ കുറിച്ചുള്ള ഒരു കമന്റ് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ അവര് കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ കുട്ടികളാവണതിന് മുന്നേ ആണെങ്കിൽ അവരൊക്കെ നെവർ മൈൻഡ് അടിച്ചു പോകും. പക്ഷെ അവരാ സാധനത്തിലൂടെ പോയി കഴിഞ്ഞപ്പോ കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ അവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇതുണ്ടാവും. പിന്നെ വേറൊരു കമന്റ് കൂടി എന്തോന്ന് അവൻ തന്നെ ഇട്ടേക്കുന്നത്, മണ്ടബുദ്ധി കുട്ടിയാണോ എന്ന്. എടാ മണ്ടബുദ്ധി ആയാലും ഇപ്പൊ എന്തായാലും ഇപ്പൊ എന്റെ മോക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലോട്ട് വന്ന് അത് നോക്കാനുള്ള ഇത് എനിക്ക് മേയ്ക്കുവാണ്. മനസ്സിലായ? അതിപ്പോ എന്ത് തന്നെ ആയിരുന്നാലും നമ്മള് കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് ആ കുട്ടി നമുക്ക് കരഞ്ഞില്ല, കിട്ടുമോ കിട്ടൂലെന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നൊരു സമയം ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ലൈഫിൽ വരുമ്പോഴത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ എത്രത്തോളം പറഞ്ഞാലും ഈ കാണുന്ന നിഖിൽ വിനുവിന് എത്രമാത്രം മനസ്സിലാവണം എന്നില്ല. നമ്മൾ വരുമാനം കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇതിലെല്ലാം ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മുടേതായിട്ടുള്ള എഫോർട്ടും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾ ജോലി ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ നമ്മളുടെ ഒരു ഇത്ര മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഇത്ര കാണുന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് നിങ്ങൾക്ക് 1.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വീഡിയോ വരുന്നത്. നിഖിൽ വിനു അല്ലേ 5818 പറയുന്നില്ല. സെർച്ച് ചെയ്തപ്പോ കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒറ്റ മുങ്ങലാണ്. ഒളിയമ്പുകൾ കയറി ഉണ്ടായവന് ഏത് അസ്ത്രത്തിൽ നിന്ന് അമ്പ് വന്നു അറിയാത്ത പോലെയാണ്. അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷെ പോലീസുകാരെ കൊണ്ട് നടക്കും. പക്ഷെ അവര് ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, കേസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാവരും കൊണ്ടുപോയിട്ട് ഫേക്ക് കമന്റ് ആണെന്ന് അറിഞ്ഞാൽ പോലും കൊണ്ട് കേസ് കൊടുക്കുക, എന്നിട്ട് ഉപദ്രവിക്കുക, എന്നിട്ട് 4 പിന്നാലെ പോവന്നല്ല. ഇപ്പൊ എന്താ നിവർത്തിയിലേക്ക് പിന്നാലെ പോവന്നെ, അല്ല വേറെ വഴിയൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ഇവര് ഞാൻ സത്യത്തിൽ എന്താ പറയുക, ഇപ്പോ ഈ അമ്മമാർക്കുള്ള ഒരു ഞാൻ പറയാം അമ്മമാർക്കുള്ള ഒരു ഇത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചും കൂടി ഓപ്പൺ ആവാൻ പറ്റും. അതിന് അധികം ക്രിറ്റിസിസം വരൂല്ല. ഞാൻ സന്ദീപിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. മനസ്സിലായി? ഈ സോക്കോൾഡ് സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ആൺകുട്ടി ആണായത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോയിൽ മൊത്തം കാണാണ്ടായിരുന്നു. കാരണം നമുക്ക് വന്ന് നമ്മുടെ വികാരം ചിലപ്പോൾ സങ്കടമായിരിക്കാം, ടെൻഷനാവും ചിലപ്പോൾ. മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ സീനുകളുണ്ട്. ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം വൈഫിന് മാത്രം അല്ലെങ്കിൽ ലേഡീസിന് മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ഓക്കെ ഫൈൻ സയന്റിഫിക്കലി അങ്ങനെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ
ആണുങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഒരു വൈഫ് പ്രഗ്നന്റ് ആകുമ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആള് എത്രത്തോളം കാരണം ടെൻഷൻ അടിക്കുന്ന സാധനം അല്ല മെന്റലി ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അപ്പുറത്ത് അയാൾ ഭയങ്കര എഫേർട്ടാണ്. സോ നമ്മളെ സൊസൈറ്റി എപ്പോഴും ഓക്കെ ഇപ്പൊ ഞാനാണെങ്കിലും സ്നേഹമാണെങ്കിലും കാണുന്നവരൊക്കെ ആണെങ്കിലും അമ്മമാരുടെ എഫേർട്ടിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ഈക്വലി അച്ഛന്മാരുടെ എഫേർട്ട് ഭയങ്കരമാണ്. ഇപ്പോൾ ഈക്വലി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഇപ്പോൾ പലർക്കും വെരി അൺഫോർച്ചുനേറ്റ്ലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന് കിട്ടാറില്ല. പ്രഗ്നൻസിന്റെ ടൈമിലും ചിലപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും വലിയ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവർ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അത് ഞാൻ നമ്മൾ കുറെ കമന്റ്സിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അന്ന് ദിയാ കൃഷ്ണന്റെ വീടിന്റെ ആ വീഡിയോ ഉണ്ടായിരുന്നില്ല, ആ സമയത്തും കമന്റ്സിൽ എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു, എനിക്ക് എന്റെ ഭർത്താവിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അവിടെയാണ് ഈ റോള് അച്ഛൻ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആ റോൾ അതാണ്, ആ റോളാണ്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ പോലെ അമ്മമാരെ പറയുമ്പോ അമ്മമാര് പ്രസവിച്ചു 10 മാസം ചുമന്നു ഇങ്ങനത്തെ കണക്കുകളിലിപ്പോ ആരും പറയാതെ പോകുന്ന ഒരു കണക്കുള്ള ഒരു ആളവിടെ ഉണ്ട്. ഒരാവശ്യത്തിന് അച്ഛൻ അവിടെ റെഡിയായി നിൽക്കുകയാണ് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരും മെന്റലി ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന സമയത്ത് പോകണം, ഇത് ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്നുള്ള ആ ഒരു 10 മാസം അവരുടെയും കൂടി ജേണിയാണ്. അത് കഴിഞ്ഞിട്ടും ആ ജേണി എന്താ അറിയോ, അവര് പോയി ജോലി എടുക്കണം, പൈസ ഉണ്ടാക്കണം, ഭാര്യമാരെ ഇഷ്ടങ്ങൾ നോക്കണം, സാധിച്ചു കൊടുക്കണം, അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുട്ടീനാകുമ്പോ കുട്ടീനെ നോക്കേണ്ട കാര്യങ്ങൾ നോക്കണം. പാവങ്ങള് നമ്മള് ആണുങ്ങളെ ടെൻഷൻസ് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുപോലെ ടെൻഷൻ അടിച്ചൊരു മനുഷ്യനെ അപ്പുറത്തേക്ക് എന്നിട്ട് ഈ പന്ന കമന്റ് ഇടുമ്പോ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ജനിച്ചു വീണ സമയത്ത് കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള ടെൻഷൻ അതാണല്ലോ വേണ്ടത്. ജീവൻ ഉണ്ടോ എന്നുള്ള സാധനം ആ സംഭവമാണ് ഇവിടെ പറയുന്നതും. അപ്പൊ അതൊക്കെ എത്ര ആ ടെൻഷനൊക്കെ ആലോചിച്ചിട്ടാണ് ഇവർക്ക് ഏറ്റവും വിഷമം ശരിക്കും പറഞ്ഞാല്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞൊരു കുട്ടീനെ കിട്ടിയിട്ട് സന്തോഷമാണ് പങ്കുവെക്കുന്നത്. അതാണ് ഇവിടെ അവൻ പറയുന്നത്. അതായത് നിങ്ങൾ കാണുന്ന 1.5 മിനിറ്റ് സന്തോഷിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നതിന്റെ ജോലിയാണ്, അതിന് എനിക്ക് വരുമാനമുണ്ട്. പക്ഷെ ഞാൻ തരുന്നത് നിങ്ങൾ സന്തോഷിക്കാനാ. ആ വീഡിയോ ഇടുമ്പോ അതിനിടയിൽ വന്നിട്ട് ഈ അന്നത്തരം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ധൈര്യമുള്ളതെന്ന് പറയില്ല ഞാൻ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ ജെനുവിൻ പ്രൊഫൈലിൽ കമന്റ് ഇടും, ഇട്ട് കഴിഞ്ഞാൽ ആ ഒറ്റ തന്തയാണ് നാട്ടുകാരില്ലാതെ ഇത് അന്നേരം നാട്ടുകാരില്ലാതാക്കി കളയും. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് നിൽക്കില്ല, ഇതേപോലെ ഫേക്ക് പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് ഈ പരിപാടി കാണിക്കും. ഓക്കെ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു ഞാൻ അഭിശ്രീ വ്ളോഗ്സ്, ഇവരിതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സംഗതിയാണ്. അതായത് ഇവര് പ്രഗ്നൻസി റിവീൽ ചെയ്യും. റിവീൽ ചെയ്ത സമയത്ത് നമ്മൾ കേൾക്കുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്, ഞങ്ങൾ കേൾക്കുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അഭിശ്രീൻ്റെ കാര്യം. ആദ്യത്തെ ലൈൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു കൂട്ടിരുന്നൊരു എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. അയ്യോ, പക്ഷെ ഞങ്ങളിത് ഇപ്പം പോസ്റ്റ് ചെയ്യൂല. കാര്യം ഒരു 3 മന്ത്സൊക്കെ കഴിഞ്ഞ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇനി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൂ. അതുവരെ ഇത് ലാപ്പിലുണ്ടായിരിക്കും വീഡിയോ. കാര്യം നമ്മൾ മുന്നത്തെ അനുഭവങ്ങളൊക്കെ വളരെ മോശം അനുഭവങ്ങളായിരുന്നു. സോ അപ്പൊ 2025 അടിപൊളി ഇയറാണ്. അമ്മമാരാണെങ്കിലും ഈ പറയുന്ന പോലെ അവർക്ക് നമ്മള് അനുഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൊതുവെ ആരെങ്കിലും ചോദിക്കുമ്പോ ഉടനെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്, ഓക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കും. പക്ഷെ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് എന്താണിത്, ട്രീറ്റ്മെന്റ് എടുത്തൂടെ, ഡോക്ടറിന്റെ പേര്. അപ്പം അവരിതിന് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും നമ്മൾ കാണുന്നതിലും കാര്യം നമ്മളിപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു 94 ടീമാണ്. അപ്പോൾ ഒരു 32 വയസ്സിലേക്ക് കടക്കുന്നു. ഇവളാണെന്നുണ്ടെങ്കിലും 26 വയസ്സ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെ ടൈമായി വരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ബന്ധുക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 32 വയസ്സോ എപ്പോഴാണ് ഇനി ഈ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവർ കുറേ കേട്ടു അനുഭവിച്ചു കുറേ. പക്ഷെ നമ്മള് പറയില്ല കേട്ടോ, എന്നാലും ഇടയ്ക്ക് ചോദിക്കും. കാര്യം നാട്ടുകാരുടെ വീട്ടുകാരുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് അവര് കേൾക്കുന്നത്. എന്റെ അടുത്ത് ആരും ചോദിക്കൂല കേട്ടോ, ഇവളോട് പിന്നെയും ചോദിക്കാം. എന്റെ അടുത്ത് വീട്ടില് അല്ലാതെ പുറത്തൊക്കെ കമന്റ് കയറും നോക്കിക്കോളും. വീട്ടിലൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഫാമിലിന്ന് എന്റെ അടുത്ത് ആരും ചോദിക്കില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഫാമിലി ആയിക്കോട്ടെ ഇവളുടെ ഫാമിലി ആയിക്കോട്ടെ ആരും ഇന്നും വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അയ്യോ
അപ്പോൾ ഇത് അവരുടെ ഹാപ്പിനെസ്. കാരണം കുറേ അവരൊരു വെയിറ്റിങ്ങിന് ശേഷം അവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നതിന് മുമ്പ് മിസ്കാരേജ് അവരുടെ ഇത് പറഞ്ഞത് 3 months കഴിഞ്ഞിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ ഇറ്റ്സ് ഗുഡ്. അതങ്ങനെയാണ് നമ്മളെല്ലാം പറയുമ്പോൾ 3 months കഴിഞ്ഞിട്ട് പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അവർ ഇവരെ കമന്റ് ബോക്സിലാണെങ്കിലും 1-2 ഞാൻ അങ്ങനെ പൊട്ടി മുളച്ചതായിട്ട് കണ്ടു. ബട്ട് മെജോറിറ്റി ആളുകളും ഭയങ്കര കണക്റ്റായി. പക്ഷെ ഞങ്ങൾ കണക്ട് ആവുന്നത് എവിടെ വെച്ചാൽ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി 4 വർഷമായി ഓർമ്മയില്ലേ കുറേ ആയാലും 4 വർഷമായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതേ സ്റ്റേജ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല. കാരണം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇൻ്റെതാണത്, ഇൻ്റെ ഇഷ്ടം. ഞാൻ അങ്ങനെ ഒന്നും കേട്ടോ, ഇൻ്റെ ഇതൊക്കെ പച്ചയ്ക്ക് കേട്ടവരുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഉത്തരം ഞാൻ കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ഫോർ മൈ റിലേറ്റീവ്സ് നന്നായിട്ട് ഞാൻ പറയും. കാരണം ഇപ്പം മക്കള് പലപ്പോഴായിട്ട് എന്നെ കുത്തി പോയിട്ടുണ്ട്. അതിന്റെ കല്യാണം എന്നോട് എന്റെ കല്യാണം നടക്കുവോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. ഇപ്പൊ അവരെന്ത് ചോദിക്കണ അറിയോ, കല്യാണം കഴിഞ്ഞിട്ട് അനക്ക് കുട്ടിയെ നമ്മളൊക്കെ എത്ര കേട്ടതാ അല്ലേ. ഇത് ആദ്യം ചോദിച്ചിരുന്നെന്ന് പറഞ്ഞാ എന്നോട് ചോദിച്ചിട്ടുണ്ട് കല്യാണം നടക്കുവോ, അവൻ പറ്റിച്ചു പോവോ, നിങ്ങളെ മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് നടക്കുവോന്നായിരുന്നോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ 1-2 കൊല്ലത്തിന് ഒന്നുമില്ല, പിന്നെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ എന്താ സംഗതി അറിയോ, കുട്ടികള് ആദ്യം കല്യാണം നടക്കുമെന്ന് ഒരു വട്ട ഒരു വകയിലുള്ളൊരു അമ്മായി എന്റെ അടുത്ത് വന്ന് പെട്ട് 36 ഈ അമ്പലത്തിൽ പോയ സമയത്താ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോട് എന്താ സായി കുട്ടികളൊന്നും ആയില്ലേ ഞാൻ അച്ഛക്ക് പറഞ്ഞു. കല്യാണം കഴിഞ്ഞൊരു മുകളിൽ വീട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാറ്. എനിക്ക് നല്ല പൊട്ടുള്ള കാര്യം പറയും, എനിക്ക് നല്ല ചൊറിയ. ഞങ്ങളിപ്പോ തന്നെ ഞങ്ങളെ കുട്ടികളാണ്, ഞാൻ സത്യം പറയാലോ, ഇന്നെ പോലെ ഒരു വിത്ത് എനിക്ക് ഉണ്ടായ എങ്ങനെയാ ഞാൻ പലപ്പോഴും നമുക്കൊരു പെൺകുട്ടി ഉണ്ടായ നല്ല വിറ്റോ ആണോ പെണ്ണോ അല്ല വിറ്റോ. ഒന്നാമത്തെ കാര്യം ഞാനും സ്നേഹിയും ഇതുവരെ കുട്ടി എന്നുള്ളൊരു ഇതിലേക്ക് എത്താത്തതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റെപ്പ് മദർ ഭയങ്കര കമന്റ് ആയിരുന്നു, ഇതിനെ കുറിച്ച് എന്തൊരു കൺസേൺ ആയിരുന്നു 34. ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. 34 കുട്ടി ഉണ്ടാവില്ല, നമ്മളെന്തോ ട്രീറ്റ്മെന്റോ എന്താ പറഞ്ഞിട്ടുള്ളത്. ചേച്ചിനോടും പിന്നെ മറ്റേ അമ്മായിനോട് പറഞ്ഞ വർത്താനേ പറയുള്ളൂ. ഒന്നിട്ട് ചേച്ചിയോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടോ, ഞാൻ തെളിയിക്കാൻ റെഡിയാന്ന്. എനിക്ക് വിഷയമുള്ള കാര്യമില്ല. ആ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനത്തെ ആളുകളോട് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ എനിക്ക് അറിയും. ഒന്ന് നമ്മുടെ ഇഷ്ടമല്ലേ ഇത്, ഞങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഇമോഷണൽ ആവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അബിയും വൈഫും ഇമോഷണൽ ആയ പോലെ ഇപ്പം ഞാൻ എൻ്റെ അമ്മേനോടൊക്കെ പറയലുണ്ട്, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താ ഇപ്പം സായിൻ്റെ കല്യാണം കേട്ട് ഇത്രയില് കുട്ടിയിലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, ഓൻ്റെ നമ്പർ ഇതാ, ഓനെ വിളിച്ച് ചോദിച്ചോളി, അങ്ങനെ പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, ഓനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ മതി. നമ്മുടെ സ്വഭാവം പറഞ്ഞോണ്ട് ഒരാൾ വിളിക്കാറില്ല, ചോദിക്കാറില്ല. ഏതെങ്കിലുമൊക്കെ വക്ക് പൊട്ടിയ പോലത്തെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഈ നാട്ടിലെ ഏതെങ്കിലും ഇവര് ചോദിക്കുന്ന ആൾക്കാരെങ്ങനെ അറിയോ, കല്യാണം കഴിഞ്ഞ അവരെ വിചാരം മറ്റേ മെഷീനാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ട് ഉണ്ടാക്കിയിടണം എന്നാണ്. അതാണ് മെയിൻ ആവശ്യം. ഞങ്ങള് സത്യമായിട്ട് പ്ലാനിങ് ഒന്നും സത്യമായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഈ വണ്ടിയിലിരുന്നിട്ട് ഈ വീട് എടുക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് വേണ്ടില്ല. കാരണം പ്ലാൻ ചെയ്യാത്ത എന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാനേ പറ്റണില്ല. എനിക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ ഇനിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടികളല്ല, എനിക്ക് അന്യ കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്ക് ഇനിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺട്രോൾ ഇല്ല. ഞങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ആ സത്യം ഞങ്ങളെ എങ്ങനെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോ ഇത് കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ കമ്മിറ്റ്മെന്റാ, റെസ്പോൺസിബിലിറ്റി അല്ല കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ആ ലൈഫിനോട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് ലൈഫിലോട് കൊടുക്കണം. ആ സാധനത്തിനകത്ത് നിന്ന് ഇപ്പൊ നാളെ എനിക്കോ സ്നേഹിക്കോ അത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. കാരണം എനിക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഈ അത് ഫുൾഫിൽ ചെയ്യണം. അണക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അത് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ആലോചിക്കുമ്പോഴേ ഞാനിങ്ങനെ ഒന്ന് ഒരു ഞെട്ടലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലായിട്ടൊന്നും സത്യം പറഞ്ഞ മെന്റലി നമ്മൾ പ്രിപ്പയർ അല്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല. നമ്മൾ എപ്പോഴെങ്കിലും ആവും, എന്തായാലും ആവുമ്പോ ആവട്ടെ, അത്രേ ഉള്ളൂ. അല്ല ഞങ്ങൾക്ക് നമ്മളെ കല്യാണം കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ മെന്റലി ഓക്കെ അല്ല, മെന്റലി ഓക്കെ എന്നല്ല, മെന്റലി പ്രിപ്പയർ ആയിരുന്നില്ല കല്യാണം കഴിക്കുക. കാരണം
കല്യാണം കഴിച്ചാലും ലൈഫ് ലോങ് ഈ സാധനം ഉണ്ടാവുമല്ലോ, ഒപ്പം അതിന് നോക്കണ്ടേ. സീരിയസ്ലി നമ്മളെ കല്യാണം അങ്ങനെ തന്നെയല്ലേ? ആ ലേറ്റ് ആയിട്ടാണ് ഞങ്ങളെ കല്യാണം ലേറ്റ് വരുന്നു. അത് മാത്രമല്ല ഞങ്ങളെ കല്യാണം ഒരുമാതിരി ഞെട്ടിച്ച് കല്യാണം കഴിപ്പിച്ചാണ് ഞങ്ങൾ. അപ്പൊ കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട്. ഇല്ലാതെ നീ സത്യം പറയാൻ ഞങ്ങള് കല്യാണം കഴിക്കില്ല. അതെ, നമ്മള് കുറെ കല്യാണം കഴിക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങള് കല്യാണം കഴിപ്പിക്കുന്ന മേജർ റീസൺ സ്നേഹന്റെ വീട്ടുകാർ ഇപ്പൊ കെട്ടിയേ പറ്റൂന്ന് പറഞ്ഞു. ഇപ്പൊ കെട്ടിയേ പറ്റുമോ? മൂത്ത് തറച്ചിരിക്കലൊന്നും കെട്ടു കെട്ടിയേ പറ്റുമോ? ഇവളാണെന്നുണ്ടെങ്കിൽ കള്ളപ്പന്നി വന്ന് കെട്ടണമെന്ന് കള്ളമായി. എന്നിട്ട് വണ്ടിയിലിരുന്ന് വന്നിട്ട് പറയാണ്. അല്ല എന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു? സാഹചര്യം അപ്പൊ കെട്ടി. ഇനിയിപ്പോ അനക്ക് ജോലി ഉണ്ടായിരുന്നു, അനക്ക് ശമ്പളം ഉണ്ടായിരുന്നു, അനക്ക് പറയാനുള്ള നാക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞു. പിന്നെ ഇനി കുട്ടികളുടെ അറിവിനൊന്നും ചോദിക്കാറൊന്നുമില്ല, ആരും ചോദിക്കാറില്ല, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാ എന്റെ വായ നല്ല കേൾക്കുന്നത്, അതുകൊണ്ടൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ കാര്യം ഇതാണ്. അപ്പൊ നമ്മള് ഭയങ്കര നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോകുന്നു. നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാനും ഇത് സീരിയസ് ആക്കി എടുക്കാനും ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കാൻ കാരണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. ഇതിപ്പോ സ്നേഹ വർക്കിംഗ് ആണ്, സാലറി ഉണ്ട്. എനിക്ക് അത്യാവശ്യം എന്റെ ബിസിനസ്സും യൂട്യൂബും പരിപാടികളുണ്ട്. ഞാനും സ്റ്റേബിൾ ആയതുകൊണ്ട് നമുക്ക് ആരെയും മുന്നിൽ ഇത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പക്ഷെ പലരുടെയും സിറ്റുവേഷൻ അതായിരിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില വീടുകളിൽ. സീരിയസ്ലി ചില വീടുകളിൽ ചില ഭാര്യമാർക്കും ചില പെൺകുട്ടികൾക്കൊക്കെ ആ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ. അതായത് അവരെ ഫാമിലിയിൽ നിന്നും ബാക്കി പ്രഷർ വരും. സൊസൈറ്റിയിൽ നിന്നൊക്കെ പ്രഷർ വരുമ്പോ അവർ സെൽഫ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവരെപ്പോഴും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ അവസ്ഥയിൽ പോയി നമ്മളെ കുട്ടികളുണ്ടാവുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ ആണ് ആവണം. നമുക്കിപ്പോ ദൈവം സഹായിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഓക്കെ ആവണം. എന്താ ദൈവത്തിന് പറയാൻ പറ്റില്ല, ഞാൻ പറയൂ. എന്നെ ദൈവം സഹായിച്ചു, എന്നെ ദൈവം സഹായിച്ചു, ഞാൻ സ്വയം നയിച്ചു. എന്നെ ദൈവം സഹായിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ എന്താ ഞങ്ങൾ ഓക്കെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് എന്തായാലും പ്ലാനിങ് തുടങ്ങും അല്ലേ? ഈ ഒറ്റയ്ക്കാണ് ഇട്ടാ പോരല്ലോ, ഞാനും പ്ലാൻ ചെയ്യണ്ടേ? ഇപ്പൊ എന്താ ഞങ്ങള് മൂഡ് ശരിയല്ല. പറയുമ്പോ എങ്ങനെ ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെയൊന്നല്ല, ഇപ്പൊ ടോണൊന്നും അല്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മള് ഇവളൊക്കെ വിശ്വാസമുള്ളവരട്ടോ. നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇവളെ വരും ഇവളെ എന്ന് പറയുന്ന അതല്ലേ അതല്ല റിവീൽ ചെയ്യില്ല എന്ന് പറയുന്നത്. ആടാ പൊളിഞ്ഞ് അതിന്റെ മുഖം മൂടി താഴെ ചാടി. അല്ലല്ല, അതുകൊണ്ടല്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും എന്റെ ദൈവം സഹായിച്ചിട്ട്. ദൈവമൊന്നുമല്ല, ഞാൻ സഹായിച്ചാലേ എനിക്ക് നടക്കും. ദൈവം സഹായിച്ചാൽ ഉണ്ണികളൊന്നും ഉണ്ടാക്കുന്നത് ഇന്റെ ഉണ്ണീനല്ലേ. അതുകൊണ്ട് ഈ ദൈവത്തിനെ പറയുന്നു വേണ്ട. ഓംറീം പറഞ്ഞാൽ ഉണ്ടാവാ വയറ്റില് എന്താ മതി. ഇയാളെ മക്കളെല്ലാം അറിയൂ. അടുത്തത് ഗ്രീഷ്മ ബോസിന്റെ റീൽസ് നമുക്കൊക്കെ അറിയുന്നതാണ്. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ അവര് ചെയ്യാറുള്ളൂ. ഗ്രീഷ്മ ബോസ് ചെയ്തൊരു റീലിന് അടിയിൽ വന്നൊരു കോമന്റ് ആണ്. ഓക്കെ, ആ റീൽ ആദ്യം വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. ഗ്രീഷ്മേ, നീ ആളാകെ മാറി. എന്തത് അരപ്പട്ടയ്ക്കുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ പണിയായതങ്ങള്. നിന്റെ കണ്ണിന് ചുറ്റെന്റെ അടി കറുപ്പ്. നീ ഉറങ്ങാറൊന്നില്ലേ? ഉറക്കോ എന്നുവെച്ചാ അങ്ങനെ ഒരു വാക്ക് ഇപ്പൊ എന്റെ ഡിക്ഷണറിയിലില്ല. അല്ല, നിനക്ക് കൊച്ചിനാരുടെ കൈ കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കൂടെ? എന്തേ ഇങ്ങ് പ്രസവിച്ചിട്ട് അണ്ണാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞവരൊക്കെ എന്തേ? ഞാൻ കേട്ടേക്കതല്ലേ ഏറ്റവും വലിയ നുണയാണത്. ഒരുത്തനെയും വിശ്വസിക്കരുത്. അപ്പോ നിനക്കിനി എന്നിലേക്ക് ഒരു തിരിച്ചുവരവില്ലേ ഗ്രീഷ്മേ? ആർക്കറിയാം, രാവെന്നോ പകലെന്നോ എന്തിന് ഇന്നേതാ ദിവസം ഒന്നും പോലെ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ തിരിച്ചു വരാനാ എൻ്റെ ഗ്രീഷ്മ? എനിക്ക് നിന്നോട് അസൂയുണ്ട് കേട്ടോ. ഐ മിസ് യു. ഞാൻ പോട്ടെ, കൊച്ചിന് പാപ്പ കൊടുക്കാൻ ടൈമായി. അടിപൊളി കോമഡി സാധനം അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിച്ചതിന് ശേഷം പലരും പറയുന്ന സാധനങ്ങളാണ് ഭാര്യയും ഭർത്താവും ഇവര് റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര കണക്ട് ചെയ്യുന്ന സാധനം. അപ്പൊ അതിന്റെ ഒരു വ്യൂവർഷിപ്പും അതിന്റെ ഷെയറും ലൈക്കും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം അത്ര റിലേറ്റബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിന്റെ അടിയിലും ഏതോ ഒരു പരനാറി വന്നിട്ട് ഒരു വൃത്തികെട്ട കമന്റ് ഇട്ട് പോയിട്ടുണ്ട്. ആ കമന്റ് ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം. അതായത് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഉണ്ടാക്കാൻ നിൽക്കണം? അങ്ങനത്തെ ഒരു കമന്റ് ആണ് വൃത്തികെട്ട ഇട്ട് പോയിട്ടുള്ളത്. ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്.
അപ്പോൾ അതിന് ജെന്യൂൻ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ എന്ത് ചെയ്ത് നല്ല വാരി പൊങ്കാല അതിൻ്റെ അടിയിൽ ഇപ്പുറത്തും ഒക്കെ ഇട്ട് കൊടുക്കും ചെയ്തു. അപ്പോൾ അതും പ്രശ്നമാണ്. ഏത് കുട്ടി ഉണ്ടായതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അതും വിഷയമാണ്. എന്ത് ചെയ്താലും പ്രശ്നമാണ് സത്യം. ചുരുക്കി പറഞ്ഞാല് അതാ പറഞ്ഞ കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞാല്, കുട്ടികൾ ഉണ്ടായാല്, കുട്ടികളുടെ മുന്നേ. അതായത് ഇത് ഒന്നാമത് ഈ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം ഒന്ന്. രണ്ടാമത് അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തു. ഇപ്പൊ ഗ്രീഷ്മ ബോസ് ഇത് പിൻ ചെയ്ത് വെച്ചു, സൂപ്പർ ഹീറോ അത് എടുത്തിട്ട് വീഡിയോ ചെയ്തു. നമുക്ക് പറയാനുള്ള ഒരു സ്പേസിൽ നമുക്ക് നിന്നിട്ട് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാനും അല്ലെങ്കിൽ അതെടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യാനും നമുക്ക് പറ്റും. പക്ഷെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യുന്നവരൊന്നും മാറാൻ പോണില്ല. മാറൂ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ആലോചിക്കും, നമ്മൾ ഈ കമന്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ബോറടിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ബോറടിക്കുമ്പോ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ അങ്ങനെ വെറുതെ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കും. അപ്പൊ തിരിച്ച് റിപ്ലൈ ചെയ്യും, പിന്നെ തിരിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്, മടുത്ത ഒരു രസമില്ല, നിർത്തി. ഞാൻ നല്ല റിപ്ലൈ കൊടുക്കും, തിരിച്ചിടും. എൻഗേജ്മെന്റ് കൂടും, പിന്നെ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ചേച്ചി ഇങ്ങനത്തെ ഒന്നും റിപ്ലൈ കൊടുക്കണ്ട, എന്തിനാണ് നിങ്ങളെ സ്റ്റാൻഡേർഡ് അവർക്ക് അറിയില്ലല്ലോ എന്റെ ലുക്കും. ഞാൻ കഴിക്കാം, ഞാൻ തിരിച്ചു തെറിയല്ല പറയാ. എനിക്ക് തെറി പറഞ്ഞ ശീലമില്ല, കാരണം ഞാൻ അങ്ങനെ പഠിച്ച ആളല്ല. ഞാൻ സർക്കാസ് അടിക്കാം, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ താങ്ക് യു, അപ്പൊ പിന്നെ തെറി പറയുമ്പോ പിന്നെയും താങ്ക് യു, കുറച്ച് ഉമ്മയും കൊടുക്കും. അതുകൊണ്ട് എന്റെ മനസ്സ് അല്ല, താങ്ക് യു എന്ന് പറയുമ്പോ കളിയാക്കിയിട്ടാണല്ലോ പറയണത്. നമ്മൾ ഒരാൾ ചീത്ത പറയുമ്പോ ഞാൻ താങ്ക് യു എന്ന് പറയുന്ന അർത്ഥം എന്താ, സർക്കാസ് അല്ലേ? അതിന് നല്ലതാണ് ഉദ്ദേശിച്ചതിന്റെ അർത്ഥം അല്ലല്ലോ. അതെ, അപ്പൊ ഞാൻ കുറച്ച് ഉമ്മയും കൊടുക്കും, അവർക്ക് ഹാപ്പി ഔട്ട് ചെയ്തിട്ട്, സന്തോഷമായിട്ട് ചെയ്ത് ഹാപ്പിയും കൊടുക്കും, ലവും കൊടുക്കും. കമന്റ് ഇട്ടാ മതി. ഞാൻ നാട്ടുകാർക്ക് ഉമ്മ കൊടുക്കുള്ളൂ, ഫ്രീ ഉമ്മ, ഫ്രീ ഹഗ്, ഫ്രീ കിസ്. എനിക്ക് കുറെ പേര് പേഴ്സണലി എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ച് പറയാറുണ്ട്, ഇങ്ങനെ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഉള്ളത്. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് ശരിക്കും ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറമാണ് സ്റ്റാൻഡേർഡ്. ഇട്ടുപോ പേപ്പർ എഴുതണോ, ദിവസം എഴുതണോ, ഒപ്പിടണോ, നാട്ടുകാർക്ക് സന്തോഷാവട്ടെ, കമന്റ് ഇടട്ടെ. എന്ത് സന്തോഷിപ്പിച്ചാലാട്ടാ. അപ്പൊ അതോടെ ഞാൻ നിർത്തി. പിന്നെ ഞാൻ കമന്റ് കൊടുക്കാറില്ല. ഞാൻ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിൽക്കാൻ പാടില്ല, എന്റെ സ്റ്റാൻഡേർഡ് നിൽക്കണ്ടേ. എന്റെ സ്റ്റാൻഡേർഡ് ശരിക്കും തറയാണ്, എന്നാലും ഞാൻ എല്ലാവർക്കും അറിയാം. അപ്പോ വേറൊന്നുമല്ല, പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസി കോണ്ടന്റ് ആക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതൊക്കെ വരും, എല്ലാം വരും. അതായത് ഒരു കുട്ടി ഉണ്ടാവാന്ന് വെച്ചിട്ട് എല്ലാവരും നല്ലത് കമന്റ് പ്രതീക്ഷിക്കരുത്, കാരണം അവർ അതിന്റെ ഉള്ളിലും ഉണ്ടാവും കുറച്ച് കീടാണുക്കൾ സാധനങ്ങൾ ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടി. അതുണ്ടാവും, അത് നോക്കി ഇരിക്കാൻ പാടില്ല, അത് വിടുക, മൈൻഡ് അടിക്കാതെ വിടുക, അത്രേ ഉള്ളൂ. ജെന്യൂൻ പ്രൊഫൈൽസിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നാറ്റിച്ചു അതുപോലെ പിൻ ചെയ്യുക, ഇടയ്ക്ക് വീഡിയോ റിപ്ലൈ ചെയ്യുക, അവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെന്താ പറയുക, ഇതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, അതറിയോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിട്ട് ആ വീഡിയോയിലെ കമന്റിനടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പൊ ആരുടെ വീഡിയോന്റെ അടിയിൽ കാണട്ടെ അയാളുടെ അടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഒരുതരം സൈക്കോയിസം ഉണ്ട്. എന്നെ റിയാക്ട് ചെയ്തു, അങ്ങനത്തെ കുറെ ഫേമസിനല്ല, എന്റെ കമന്റ് നോട്ട് ചെയ്തു, അതിനൊരു പ്രത്യേകതരം മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആൾക്കാർ വേറുണ്ട്. ഇപ്പൊ ഹെലൻ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു, കല്യാണം കഴിഞ്ഞ് ഫോട്ടോ ഇട്ട് 17-20 കുറെ എണ്ണം മുളയ്ക്കുന്നത്. കല്യാണം കഴിയുന്ന പ്രശ്നം, പ്രഗ്നൻസി പ്രശ്നം, കല്യാണം കഴിച്ച പ്രശ്നം, കുട്ടി ഉണ്ടാവണ പ്രശ്നം, കുട്ടി ഉണ്ടായി കഴിഞ്ഞ പ്രശ്നം, അതിന് വളർന്ന പ്രശ്നം, സ്കൂളിൽ പോയ പ്രശ്നം, ഒന്ന് വയസ്സായ പ്രശ്നം, ചത്ത പ്രശ്നം, ഇതൊക്കെയാണ് ഫുള്ള്. മരിച്ചാല് ഞാൻ ഇന്നാണ് കുറെ കാലത്ത് വീഡിയോ സിനിമ റിവ്യൂ കണ്ട് എപ്പോഴാ വന്നത്. ആൾക്കാർ എന്നെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ തന്നെയാണ് മരിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുന്നു. ബൈ.